അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ വിഷയം, നാം എല്ലാവരും പല പാപങ്ങളും ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്തു തന്നെ തെറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നാം എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാനും അതുപോലെ തന്നെ നമുക്ക് മരിക്കുമ്പോൾ നമ്മൾ ഈമാനോട് കൂടി മരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കലിമത്ത് തൗഹീദ് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാനും അതുപോലെ തന്നെ നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനും അതിനുശേഷം നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുകയും അതിനുശേഷം നമുക്ക് ഉയർച്ച ഉണ്ടാവാനും ജീവിതത്തിൽ സമ്പന്നരാവാനും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പം നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ഹൈറായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ദിക്ർ പറയാം. അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. കൂടുതലായി നീട്ടി വിളിക്കുന്നില്ല. അപ്പം ചൊല്ലേണ്ട ദിക്ർ എന്ന് പറയുന്നത് യാ ഗഫാർ ഇഗ്ഫിർലി എന്ന ഒരു ദിക്റാണ്. ഇത് ചൊല്ലേണ്ടത് അസ്ർ നമസ്കാര ശേഷം 100 തവണ ചൊല്ലുക. ഈ ചൊല്ലുന്നത് നമ്മൾ മനസ്സിരുത്തി നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന നിയത്തോടു കൂടി നമ്മൾ ചെയ്യുക. നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പാപങ്ങളൊക്കെ അല്ലാഹു തആലയെ കൊണ്ട് പൊറുപ്പിക്കുക എന്നതാണ്. നമ്മൾ ഈ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ദുആ ചെയ്യുകയും അതിനുശേഷം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും നമ്മളെ ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും അതുപോലെ തന്നെ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പിൻപറ്റിക്കൊണ്ട് മുത്ത് റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ആകെ മാറ്റിമറിയപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നേടിയെടുക്കാനും സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ പോലെ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ മുന്നിൽ ഒരു പ്രതിസന്ധികളും വന്നു ചേരുകയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ഓതിക്കൊണ്ട് നമ്മളെ ജീവിതം ഹൈറായ രീതിയിൽ കൊണ്ടുപോവുക. ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ല നിയ്യത്തോടു കൂടി നല്ല ഇഖ്ലാസോടു കൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു കാര്യം കൂടുതൽ വലിച്ചു നീട്ടാതെ പറഞ്ഞത് വെറുതെ നിങ്ങൾക്ക് വെറുപ്പിക്കണ്ട എന്ന് തോന്നിയിട്ടാണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഒരു അമല് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുന്നതാണ്. അപ്പോൾ ആ ഒരൊറ്റ നിയ്യത്തിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.